Hi students, next we deals with the pH of buffer mixtures, that is Henderns equation. How can we calculate the pH of buffer mixtures? First of all, the pH of acidic buffer. Acidic buffer we are considering as a weak acids HA, and it is dissociated into HA plus H2O will give H3O positive plus A minus. Ionization constant we can written as Ka is equal to concentration of H3O plus into A minus by concentration of HA. So from that we are going to calculate the pH. So H3O positive concentration we have to know K into HA divided by A minus. ഈ അയണൈസേഷൻ ഓഫ് വീക്ക് ആസിഡ് സപ്രസ് ചെയ്യുന്നത് ബൈ ആഡിങ് ദ ഇവിടെ നമ്മൾ വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് സോൾട്ടാണ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് സോൾട്ട്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പറയുക, ഇവിടെ എ മൈനസ് കോമൺ അയോൺ ആയിട്ടുള്ള എ മൈനസ് ഉള്ളത്, അത് ആസിഡ് എച്ച് പ്ലസ് എ മൈനസ്. അപ്പോൾ ആ ആസിഡിൻ്റെ ഇത് വരുന്ന സോൾട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഇവിടെയാണ് CH3COH ആണെങ്കിൽ CH3CO മൈനസിൻ്റെ സോൾട്ടല്ലേ, CH3CO NA ഉണ്ടാവുമ്പോൾ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ ഇവിടെ സോൾട്ട് എ മൈനസ് കോമൺ അയോൺ വരുന്നത് യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് നമുക്ക് ശരിക്കും പറയാം, അത് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. അപ്പം എ മൈനസും H പ്ലസും ഉണ്ടാവും. അപ്പോൾ എ മൈനസും ബി പ്ലസ് ഉണ്ടാവും. അപ്പം എ മൈനസിന് എവിടെയുള്ള എ മൈനസിന് വി ക്യാൻ റിട്ടേൺ ആസ് എ സോൾട്ട് എന്നുള്ള എഴുതുക, കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് എന്നുള്ള രീതി, കാരണം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. സോ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് വിൽ ബി ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ലോഗരിതം എടുക്കുമ്പോൾ ലോഗ് H3 ഈക്വേഷൻ കിട്ടും. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, ഒന്ന് മാറ്റി എഴുതാൻ പറ്റും. മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് ലോഗ് H3 ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ, ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഇതിനെ തലതിരിച്ചെഴുതുമ്പോൾ ഇവിടെ പോസിറ്റീവ് സൈൻ കിട്ടും. അപ്പം മൈനസ് ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ H3O പ്ലസ് ആണ് PH, മൈനസ് ലോഗ് K ആണ് PK. സോ PH ഈസ് ഈക്വൽ ടു PKA പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ്. ഇറ്റ് ഈസ് ദ ഹെൻഡേഴ്സ് ഇക്വേഷൻ for acidic buffer. Any pH buffer of the basic buffer we are considering a weak base BOH. It is the when ionized as a B plus plus OH minus, then its ionization constant we can written as KB is equal to ഇങ്ങനെ. അപ്പോൾ ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇവിടെ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ OH മൈനസ് വിൽ ബി ഈക്വൽ KB ഇൻറ്റു BOH. അപ്പോൾ ഇവിടെ B പ്ലസ് എന്ന് പറയുന്നത് കോമൺ അയോൺ ആയിട്ട് നമ്മൾ അതിൻ്റെ സോൾട്ട് യൂസ് ചെയ്യുമ്പം വരുന്ന സംഭവം. അപ്പോൾ ഈ B പ്ലസിനെ നമുക്ക് റീപ്ലേസ് ആസ് എ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്നുള്ള രീതിയിൽ നേരത്തെ ആസിഡിൻ്റെ കേസിൽ കണ്ട പോലെ തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും, കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് വിൽ ബി ഈക്വൽ ടു KB ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B ബേസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്. അതെങ്ങനെയാണ് വരുന്നത് ഒന്നും കൂടെ പറഞ്ഞുതരാം. B പ്ലസ് നമ്മൾ ഈ ഇക്വേഷൻ അനുസരിച്ചാണ് B പ്ലസ് എഴുതുന്നത്, പക്ഷേ നമ്മളിത് വീക്ക് ബേസിൻ്റെ അയണൈസേഷനാണ്. ശരിക്കും അവിടെ വീക്ക് ബേസ് ആകുമ്പോൾ അയണൈസേഷൻ വിൽ ബി സ്ലോ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ സോൾട്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റഡ് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് എന്താണ്, B എ മൈനസ് ആണ്. എ മൈനസ് അവിടെ ആഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അയണൈസ് ചെയ്യാം. B പ്ലസും എ മൈനസും ആയിട്ട് കാണാം. അപ്പോൾ ഇത് ഈ ബേസ് സ്ലോലി അയണൈസ് ആണ്. അത് അയണൈസ് ചെയ്താൽ തന്നെ ഉണ്ടാകേണ്ടത് B പ്ലസും OH മൈനസ് ആണ്. ആൻഡ് ഓൾറെഡി അവിടെ B പ്ലസും എ മൈനസും സോൾട്ട് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അയണൈസേഷൻ വിൽ ബിക്കം സ്ലോ ആയിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഉണ്ടാകുന്ന B പ്ലസ് കോൺസെൻട്രേഷൻ വി ക്യാൻ റീപ്ലേസ് ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കണ്ടുപോലെ ലോഗ് എടുക്കുക, പിന്നെ മൈനസ് സൈൻ എടുക്കുക, അവസാനം നമുക്ക് എന്ത് കിട്ടും, POH ഈസ് ഈക്വൽ ടു PKB പ്ലസ് ലോഗ് സോൾട്ട് ബൈ ബേസ്. അപ്പോൾ PH കിട്ടണമെങ്കിൽ 14 മൈനസ് POH. അപ്പോൾ ഈ ഹെൻഡേഴ്സൺ ഇക്വേഷൻ എന്തിനെല്ലാം യൂസ് ചെയ്യാം, കാൽക്കുലേഷൻ ഓഫ് PH ഓഫ് ദ ബഫർ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് known quantity of weak acids and its salt or a weak base and its salt. known quantity ഒരു ക്വാണ്ടിറ്റി അറിയും, വീക്ക് ആസിഡ്സിൻ്റെ സോൾട്ടിൻ്റെ നോൺ ക്വാണ്ടിറ്റി ആണെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ PH ഓഫ് ദിസ് ബഫർ സൊല്യൂഷൻ. അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഇന്ന PHയിലുള്ള പിന്നെ ബഫർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ട ക്വാണ്ടിറ്റി വി ക്യാൻ കാൽക്കുലേറ്റ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓഫ് ബഫർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ നോക്കാം.
മെയിനായിട്ട് ഇത് അനലിറ്റിക്കൽ കെമിസ്ട്രിയിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. മെയിൻറ്റെയിൻ ദ pH വേണ്ടിയിട്ട്. അതിൽ ഒന്നാണ് പിന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഫോസ്ഫേറ്റിൻ്റെ എലിമിനേഷനിൽ നമ്മൾ അസറ്റിക് ആസിഡ് സോഡിയം അസറ്റേറ്റ് ബഫർ യൂസ് ചെയ്യുന്നു. അതേപോലെ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ EDTA യൂസ് ചെയ്തിട്ടുള്ള കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ യൂസ് ചെയ്യുന്ന ബഫറാണ് NH4OH ആൻഡ് NH4Cl. ഇനി പിന്നെ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനിൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് pH ഉള്ള ബഫർ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ഫോർ ദി ടാനിങ് ഓഫ് ലെതറിൽ. പിന്നെ ബഫർ സിസ്റ്റമിന് സിട്രിക് ആസിഡ് ആൻഡ് സോഡിയം സിട്രേറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെറിലൈസിങ് പെൻസിലിൻ പ്രിപ്പറേഷൻ്റെ സ്റ്റെറിലൈസേഷൻ ആ പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കുന്ന ബഫർ സൊല്യൂഷനാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ബയോളജിക്കൽ റിയാക്ഷനിൽ ആനിമൽ സിസ്റ്റത്തിലും സർട്ടൻ pH കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. അങ്ങനത്തെ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ബഫർ സൊല്യൂഷനാണ് കാർബോണിക് ആസിഡ് ആൻഡ് ബൈകാർബോണേറ്റ്. These are the Henderson equation. Next we are going to deal with the common ion effect like